ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സാലഡ് ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് 2 ഇടത്തരം കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ദാണ്ട ഒരു കുക്കുംബർ കാക്കടിയില്ലേ അത് നിന്ന് ഇതിൻ്റെ പുറം ഒന്ന് തൊലി മാറ്റാം. അതെല്ലാം ഭയങ്കര ഇതായിട്ടൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്നേ വേണ്ട, ഇതുപോലൊന്ന് തൊലി കളഞ്ഞാൽ മതിയേ. ഇനി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാലഡായിട്ടോ. ഇതുപോലെ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുക. അത്ര അങ്ങ് വലുതാക്കണ്ട, എന്നാൽ ചെറുതും ആക്കണ്ട. ഇതുപോലെ ഞാനൊരു പാൻ എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പ് വെപ്പിക്കേ. കണ്ടില്ലേ, കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഇത് റിഫൈൻഡ് ഓയിലേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിൽ ഈ കിഴങ്ങ് അരിഞ്ഞ് വെച്ച് കൊടുക്കുക. ഇതൊന്ന് ഒരു ഫ്രൈ ആയിട്ട് അങ്ങ് ഭയങ്കര ഫ്രൈ അല്ല, ഞാൻ കാണിച്ചതേ. നമ്മുടെ കിഴങ്ങ് ചെറുതായിട്ടൊന്ന് പാടിയേ. ഒരു മിനിറ്റ് അത്രയും സമയം എടുത്തോളേ. അതിനകത്ത് കുക്കുംബർ ഇട്ട് കൊടുക്കും. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അതും ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അധികം നോക്കണ്ട, ചെറുതായിട്ടൊരു പാട്ടിലെ കിഴങ്ങ് ഒരൊറ്റ മിനിറ്റേ എടുത്തിട്ടുള്ളൂ, കാര്യം കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുമല്ലേ. ഇനി ഇതിനകത്ത് കുറച്ചുപ്പ് ഇത്തിരി മതിയേ, ബാക്കി നമുക്ക് തൈരിനകത്ത് ഇട്ട് കൊടുക്കണം. ചെറിയൊരു വാട്ടം വരട്ടെ, ചെറുതായിട്ടൊരു ക്യാപ്സിക്കത്തിന്. ക്യാപ്സിക്കം അധികം വേവണ്ടല്ലോ. നല്ല സ്വാദാണ്, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം പറ്റുന്ന ഒരു സാലഡ്. ഭയങ്കരമായിട്ട് പിള്ളേർ ഇഷ്ടപ്പെടും, വലിയവരും ഇഷ്ടപ്പെടും. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഇത് മതിയേ, ക്യാപ്സിക്കവും കിഴങ്ങും മതി. ഞാൻ ഇതൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് മതിയേ. ഞാൻ ഗ്യാസ് ഓഫാക്കുന്നു. ഇത് ഇരിക്കട്ടെ. ഇനി ഒരു 1.5 കപ്പ് തൈരുണ്ടേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 3 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തേ, അതിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, അത് കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് ഇതൊന്ന് ഇളക്കട്ടെ. പിന്നെ ഇത് വലിയ പുളിയുള്ള തൈരല്ല, കാര്യം ഇവിടെ ആർക്കും അധികം പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുളിയുള്ള തൈര് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിനകത്ത് ഈ കിഴങ്ങും ക്യാപ്സിക്കം വാട്ടി വെച്ചേക്കുന്നില്ലേ, അതിട്ട് കൊടുക്കാം.
ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് കിഴങ്ങിനും ക്യാപ്സിക്കനും കുറച്ചിട്ട് കൊടുത്തിട്ടൊന്നുള്ളൂ. അതുപോലെ ഇതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. കുറച്ച് ഇടാം. എല്ലാം നല്ല മിക്സ് ചെയ്യാം ഉപ്പൊക്കെ. എന്നിട്ട് ഈ കുക്കുംബറല്ലേ അത് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഇത് ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാനായിട്ട്. ചോറിനും എന്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ഐറ്റം ഇത്. ഇത് രസമാണെന്നറിയാവോ? ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇടണ്ട. കറിവേപ്പില ആയാലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഈസി പണിയല്ലേ? ഈസിയുടെ അല്ല, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമല്ലേ ഇത്. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ എന്ത് നല്ലതാണ്. കണ്ടില്ലേ? അടിപൊളി ടേസ്റ്റിൽ ഒരു സാലഡ്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം